ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ IIT-കളിൽ ബിരുദ പഠനത്തിന് പ്രവേശനം നേടുന്നതിനായുള്ള 2026 JEE അഡ്വാൻസ്ഡ് പരീക്ഷാ ഫലം പുറത്തുവന്നപ്പോൾ സംസ്ഥാനത്തിന് അഭിമാനമായി പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. ദേശീയതലത്തിൽ 134ാം റാങ്ക് കരസ്ഥമാക്കി റോഷൻ രാജു കേരളത്തിൽ ഒന്നാമനായി. അഖിലേന്ത്യാ തലത്തിൽ ആദ്യ 1000 റാങ്കിനുള്ളിൽ 6 വിദ്യാർത്ഥികളെ അണിനിരത്താനായത് പാലാ ബ്രില്യൻ വീണ്ടും വിജയം സൃഷ്ടിച്ചിരിക്കുകയാണ്. ദേശീയതലത്തിൽ 134ാം റാങ്ക് കരസ്ഥമാക്കി റോഷൻ രാജു കേരളത്തിൽ ഒന്നാമനായി. എറണാകുളം അങ്കമാലി സ്വദേശിയും KSFE മാനേജറുമായ രാജു KKയുടെയും അധ്യാപിക ജാസ്മിൻ KVയുടെയും മകനായ റോഷൻ മാന്നാനം KE സ്കൂളിലെ +2 പഠനത്തോടൊപ്പമാണ് ബ്രില്യന്റിൽ പരിശീലനം നേടിയത്. ഈ വർഷത്തെ JEE മെയിനിൽ റോഷന് 699ാം റാങ്ക് ഉണ്ടായിരുന്നു. വൈഷ്ണവ് ENK ഓൾ ഇന്ത്യ റാങ്ക് 543 കരസ്ഥമാക്കി. തൃശൂർ സ്വദേശിയായ വൈഷ്ണവ് തൃശൂർ ദേവമാത CMI പബ്ലിക് സ്കൂളിലെ +2 പഠനത്തോടൊപ്പം ബ്രില്യന്റിൽ പരിശീലനം നേടി. JEE മെയിൻ റാങ്ക് 454 ആണ്. അമിത് ആന്റണി ഓൾ ഇന്ത്യ റാങ്ക് 856 കരസ്ഥമാക്കി. കളമശ്ശേരി രാജഗിരി പബ്ലിക് സ്കൂളിലെ +2 പഠനത്തോടൊപ്പം പരിശീലനം നേടി. JEE മെയിൻ റാങ്ക് 263 ആണ്. ജേക്കബ് സോബി മഠത്തിൽ ഓൾ ഇന്ത്യ റാങ്ക് 882 കരസ്ഥമാക്കി. മാന്നാനം KE സ്കൂളിലെ +2 പഠനത്തോടൊപ്പം പരിശീലനം നേടി. JEE മെയിൻ റാങ്ക് 1172 ആണ്. നിരഞ്ജൻ ജെ പിള്ള ഓൾ ഇന്ത്യ റാങ്ക് 883 കരസ്ഥമാക്കി. മാന്നാനം KE സ്കൂളിലെ +2 പഠനത്തോടൊപ്പം പരിശീലനം നേടി. നിരഞ്ജന്റെ JEE മെയിൻ റാങ്ക് 110 ആണ്. ഡേവിഡ് എസ് ജോൺ ഓൾ ഇന്ത്യ റാങ്ക് 890 കരസ്ഥമാക്കി. +2 പഠനത്തോടൊപ്പം ബ്രില്യന്റിൽ ഓൺലൈനായി പരിശീലനം നേടി. ഈ വർഷത്തെ JEE മെയിൻ പരീക്ഷയിൽ വിദേശ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയിരുന്നു. കൂടാതെ അഖിലേന്ത്യാ തലത്തിൽ 5000 റാങ്കിനുള്ളിൽ 78 പേരും 10000 റാങ്കിനുള്ളിൽ 170-ലധികം വിദ്യാർത്ഥികളും ബ്രില്യന്റിൽ നിന്ന് ഇടം പിടിച്ചു. ഈ വർഷം 850ഓളം വിദ്യാർത്ഥികൾ IIT പ്രവേശനത്തിന് യോഗ്യത നേടിയതോടെ JEE അഡ്വാൻസിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ വിജയിപ്പിച്ച സ്ഥാപനമായി പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ മാറി. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒത്തൊരുമിച്ചുള്ള സഹകരണമാണ് ഈ വലിയ വിജയത്തിന് പിന്നിലെന്ന് ബ്രില്യൻ സ്റ്റഡി സെന്റർ ഡയറക്ടേഴ്സ് അറിയിക്കുകയും വിജയികളെ അനുമോദിക്കുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.